നമസ്കാരം. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അതിലുപരി അച്ചായൻ നസ്രാണിമാർക്ക് ഞാനൊരു അച്ചായനെ പരിചയപ്പെടുത്തുകയാണ്. കണ്ണൻ താമരക്കുളം കൂട്ടുകെട്ട് ജയറാമേട്ടൻ്റെ മൂന്നാമത്തെ പടം, ഉണ്ണി മുകുന്ദനുമായിട്ടൊരു പടം. ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ ഒരു അച്ചായൻസ് കഥാപാത്രം പലതും അമ്പിളിച്ചേട്ടൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഈ അച്ചായൻസ് കഥാപാത്രം എത്തുമ്പോൾ എന്താണ് ജയറാമേട്ടൻ തോന്നുന്നത്? ആ ഉണ്ണി മുകുന്ദൻ അനുജനായിട്ട് അഭിനയിക്കും എന്ത് തോന്നും? ആ ഒരു ഫീലിങ്സ് എങ്ങനെയാണ് നമുക്ക്? ശരിക്കും ഇതിന് ഇന്ന് എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയേണ്ടത് ഉണ്ണിയാണ്. കാരണം അച്ചായൻ കഥാപാത്രങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടിപ്പിക്കൽ മലയാള സിനിമയിലെ ഏത് തരത്തിലുള്ള അച്ചായൻ കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സത്യനന്ദിക്കാടിൻ്റെയും ലോഹിദാസിൻ്റെയും സിനിമകളിലൊക്കെ കുറേ അച്ചായൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ കോട്ടയം പാല ബേസ് ചെയ്തിട്ടുള്ള സ്ഥിരമായി വരുന്ന ഒരു അച്ചായൻ കഥകൾ അങ്ങനത്തെ സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഒരു ബേസിക്കലി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നടക്കുന്നത് കൊണ്ട് മാത്രം ആണ് അച്ചായൻസ് എന്നുള്ള പേര് വെച്ചിട്ടുള്ളത്. അല്ലാതെ കഥ മുഴുവൻ അച്ചായൻസുമാരും ബന്ധപ്പെടുത്തി അങ്ങനെ ഒന്നുമില്ല. ഇത് ഇവരുടെ ഈ ഏട്ട അനിയന്മാരുടെ ഒരു യാത്രയാണ്. ആ യാത്രക്കിടയിൽ സംഭവിക്കുന്ന വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പുതിയ കൂട്ടുകെട്ടിൻ്റെ കൂടെ അഭിനയിച്ചത് എനിക്കൊരു ചില്ലറയല്ല, ഒരുപാട് വലിയ ഇതാണ് തന്നിട്ടുള്ളത്. ഈ 10-60 ദിവസം എനിക്ക് സമ്മാനിച്ചിട്ടുള്ള തമാശകളും അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള ഒരു ഫൺ, അത് തന്നെയാണ് ആ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ജയറാം ചേട്ടനായിട്ടുള്ള അഭിനയവും ആ ദിവസങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കുമ്പോൾ? ജയറാമേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും തമാശകളും, പിന്നെ 60 ദിവസം പോയത് ഞാൻ അറിഞ്ഞില്ല. അതാണ് അതിൻ്റെ ഒരു സംബന്ധിച്ച എക്സ്റ്റെൻസീവായിട്ട് ഷൂട്ട് ചെയ്തത്. ഒരിക്കലും നമ്മൾ ഒരു ദിവസം ഷൂട്ട് ചെയ്ത ഒരു സീൻ അങ്ങനെയൊന്നുമല്ല, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ക്ഷീണമില്ല. നമ്മൾ ട്രാവൽ സോങ് എടുക്കുകയാണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ആ ഒരു എനർജി ആയിട്ട് എല്ലാവരും ആദിലുണ്ട്, പിന്നെ സഞ്ജു ശിവറാമുണ്ട്. ജയറാമേട്ടനൊപ്പം എൻ്റെ ടെക്നിക്കലി 2ാമത്തെ പടമാണ്. ഞങ്ങളൊരു പടം ഒരുമിച്ച് തെലുങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ കുറേയൊക്കെ പഠിക്കാനും പറ്റി. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഹ്യൂമർ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്നത്. സിനിമയിൽ ഹ്യൂമറുണ്ട്. ഫാമിലിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിരിക്കും. ബിക്കോസ് ഹ്യൂമർ, സെൻറ്റിമെൻറ്റ്സ്, ത്രില്ലർ, ആക്ഷൻ എല്ലാം പാക്ഡ് ഒരു മസാല ആക്ഷൻ, എന്താ പറയുക, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് അച്ചായൻസ്. പിന്നെ പറഞ്ഞ പോലെ ടിപ്പിക്കൽ അച്ചായൻ കൺസെപ്റ്റിലല്ല, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നടക്കുന്ന കഥയായതുകൊണ്ട് അച്ചായൻസ് എന്ന പേര് വെച്ചു. പക്ഷേ ഞാനിതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ദാറ്റ് ഈസ്, ഞാൻ ഒരിക്കലും ഒരു കള്ളുകൂടിയനായിട്ട് അഭിനയിച്ചിട്ടില്ല. എൻ്റെ ക്യാരക്ടർ ടോണി മാവച്ചെന്ന് പറഞ്ഞ വലിയൊരു കുടുംബത്തിലെ ഒരു പണിയും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി. ആകെ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ രാവിലെ എനിക്കാ കള്ളു കുടിക്കുക, ഉച്ചയ്ക്ക് എനിക്കാ കള്ളു കുടിക്കുക, വൈകുന്നേരം എനിക്കാ കള്ളു കുടിക്കുക, അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. കള്ളുകൂടിയല്ല, ബട്ട് ആ ക്യാരക്ടറുമായിട്ട് വരുന്ന ഹ്യൂമർ ഭയങ്കര രസമായിരുന്നു. ബിക്കോസ് ജയറാമേട്ടൻ്റെ ഹ്യൂമറൊക്കെ പേഴ്സണലി ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഫ്രണ്ട്സും, എനിക്ക് പറയേണ്ട ആവശ്യം, എല്ലാവരും അത്രയും എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ലൈവായിട്ട് ജയറാമേട്ടൻ എങ്ങനെയാണ് ഈ ഹ്യൂമറൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ലേ, സ്ക്രിപ്റ്റിൽ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. എന്നാലും ആ ഒരു ആക്ടറിൻ്റെ ഇംപ്രൂവൈസേഷൻ, ആ ഒരു കൺട്രോൾ, ലാംഗ്വേജിൻ്റെ കൺട്രോൾ ആയാലും ബോഡി ലാംഗ്വേജ് ആയാലും മൊത്തത്തിൽ ഭയങ്കര ഒരു സ്കൂൾ പോലെ തന്നെയായിരുന്നു. എനിക്ക് മാത്രമല്ല, ആദിലിനും സഞ്ജുവിനും എല്ലാവർക്കും ഭയങ്കര രസമായിരുന്നു. ജയറാമേട്ടൻ ഒരു മാഷായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെ പഠിച്ചെടുക്കാൻ ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ടവരൊക്കെ. അയ്യോ, നമുക്ക് പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ. അയ്യോ, ആദില് സഞ്ജു ഇവരൊക്കെ കൂടിക്കഴിഞ്ഞാൽ ന്യൂ ജെൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഞാനല്ലേ ഇവരെ മാത്രം നോക്കി ഇവരുടെ പുറകെ നടക്കായിരുന്നു. ഇപ്പൊ മനസ്സിലാവും, നേരെ തിരിഞ്ഞ് ജയറാമേട്ടൻ നിങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കായിരുന്നു. ഇത് ന്യൂ ജനറേഷൻ പറയുമ്പോഴാണ് ജയറാമേട്ടൻ്റെ ചില സമയങ്ങൾ കഴിഞ്ഞ പടങ്ങളൊക്കെ ജയറാമേട്ടൻ ഇപ്പം മുടിയൊക്കെ പറ്റിയടിച്ച് ഒരു ന്യൂ ജനറേഷനിലേക്ക് മാറുന്ന രീതിയിലേക്ക് ജയറാമേട്ടൻ മാറിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു മാറ്റത്തിലേക്കുള്ള സാഹചര്യം എന്താ ഉണ്ട്? അങ്ങനെയില്ല. മുടി നരപ്പിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ആ ചെറുപ്പമായല്ലോ എന്ന് പറഞ്ഞു. സാധാരണ നേരെ തലതിരിച്ചാ പറയാറ്, കിളവനായല്ലോ എന്ന് പറയാം. ഇത് യാദൃശ്യമായിട്ട് എനിക്ക് മറ്റേ തിരുപ്പതിയിൽ പോയിട്ട് ഞാനും എൻ്റെ മോനും കൂടി മുട്ടയടിച്ചതാണ്. മുട്ടയടിച്ച് തിരിച്ച് നല്ല മുടി വന്നപ്പോൾ കൃത്യം ഒരു 60-40 അല്ലെങ്കിൽ 50-50 സോൾട്ട് ആൻഡ് പെപ്പർ മുടിയായിട്ട് വന്നു. കാരണം ഇത്രയും കാലത്ത് അറിഞ്ഞിട്ടില്ലേ, ഈ കാലത്ത് ഡൈ വെച്ച് തേക്കിയല്ലേ, സാധനം അറിയണ്ടേ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന്. അപ്പോൾ കണ്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞത് അയ്യോ എന്ത് നന്നായിരിക്കുന്നത്, മാറ്റിലേട്ടെന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരങ്ങളിൽ മദ്രാസിൽ എൻ്റെ കൂടെ ഷട്ടിൽ കളിക്കുന്ന സുഹൃത്താണ് ശാലിനി. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലബിലാണ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ ശാലിനിയുടെ ചോദിച്ചു, എടി നിൻ്റെ ഭർത്താവിൻ്റെ തല പോലെ എങ്ങനെയുണ്ട് ഇതാണ്? അയ്യോ അജിത്തിനേക്കാൾ നന്നായിരിക്കുന്നു കേട്ടത്, അതിനേക്കാൾ നന്നായിരിക്കുന്നു പറഞ്ഞു. തർക്കമില്ലല്ലോ ഒന്ന് വെച്ച് നോക്കാൻ. അങ്ങനെ
അച്ചായൻസിന് വേണ്ടി ഈ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഫുൾ വെച്ച് ഫസ്റ്റ് ഒരു സ്റ്റില്ല് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം അയച്ചു കൊടുത്ത് ശാലിനിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് നിൻ്റെ ഭർത്താവിനടുത്ത് ഒന്ന് കാണിച്ചിട്ട് പറയാം. അത് അജിത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ചേട്ടാ ദിസ് ഇസ് ബെസ്റ്റ്, അസലായിരുന്നു, മാറ്റുകയും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആദ്യം വെച്ച ആള് മൂപ്പരാണല്ലോ. ഇപ്പൊ പെപ്പർ കുറച്ചിട്ട് സോൾട്ട് മാത്രം കുറച്ചുകൂടെ ആക്കിയില്ലേ, ബാക്കി പെപ്പർ കൂട്ടി. നമുക്ക് ഏത് സിനിമയ്ക്ക് അനുസരിച്ച് ഡയറക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യാമല്ലോ. ഇപ്പൊ സമുദ്രകനി ചെയ്യുന്ന ഫിലിമാണ് ചെയ്തുകൊണ്ടിരുന്നത്. സമുദ്രകനി പറഞ്ഞ് മൊത്തം വെള്ളം വേണ്ട, അച്ഛന് ഒരു മകൻ പ്രായമായി വരുന്ന അനുസരിച്ച് നമുക്ക് ഇവിടെ 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 നില കൂട്ടാം, ഇത്തിരി ഇത്തിരി. ഓക്കെ. ഈ ഞാനവിടെ ഈ കണ്ണൻ താമരക്കുളം ആയിട്ട് മൂന്നാമത്തെ പടമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ, ആടുപുലിയാട്ടം, വീണ്ടാവത്തത്. ആ ഒരു കൂട്ടുകെട്ട് മലയാളികൾക്ക് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ചിത്രം? ഒരേ ഡയറക്ടേഴ്സിനോട് റിപ്പീറ്റ് ചെയ്ത് സിനിമ തുടക്കകാലം തൊട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ഫോണിലൂടെ പത്മരാജൻ സാറിനെ വിളിച്ചിട്ട് 1987 ആലുവയിലെ ഒരു ബസ് സ്റ്റാൻഡിനടുത്ത് മിമിക്സ് പരേഡ് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ബൂത്തിൽ കയറി ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞത് എൻ്റെ അടുത്ത ചിത്രത്തിലെ നായകൻ നീയാണ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ വേഷമല്ലായിരിക്കും വിചാരിച്ചു. നായകനാണെന്ന് പറഞ്ഞ് അടുത്ത പത്മനാഭ സാറിൻ്റെ ചോദ്യം അതായിരുന്നു, നിനക്ക് നീന്താൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ അറിയാം, അത്യാവശ്യം നീന്താനൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. പെരിയാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്നവനല്ലടാ നീ, പിന്നെ നീന്താൻ അറിയില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലടാ നീ. ഞാൻ പറഞ്ഞു എന്താ സാർ, നീന്തൽ പഠിക്കണം, കാരണം എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിലെ നായകൻ നീയാണ്, അതിൽ കടലിൽ നീന്താനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഒരു സംവിധായകൻ 2 ചിത്രത്തിൽ ചേർത്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു മലയാളത്തിൽ അപൂർവമായിട്ടുള്ള ഭാഗ്യം ഒരു നടന്ന് കിട്ടിക്കാണില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് തൊട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഇത് ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴായാലും, സിബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴായാലും, കമലിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴായാലും, രാജസേൻ്റെ കൂടെ ആയാലും, സത്യനന്ദിക്കാരൻ്റെ കൂടെ ആയാലും, അനിലിൻ്റെ കൂടെ, എല്ലാവരുടെ കൂടെയും ഒരു സിനിമയായിട്ട് ഞാൻ ചെയ്തിട്ട് എല്ലാം 4, 5, 10, 15 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു നടൻ തന്നെപ്പറ്റി സ്വയം പൊഴുത്തി പറയാൻ പാടില്ല, എങ്കിൽ പോലും ഒരു ഡയറക്ടർ പറഞ്ഞ കമൻറ്റ് എപ്പോഴും എനിക്ക് വളരെയേറെ ഇത് ചെയ്യാറുണ്ട്. ഞാൻ അഭിനയിക്കാത്തൊരു സംവിധാനമാണ് ഫാസിൽ. ഫാസിലിലൂടെ അഭിനയിച്ചിട്ടില്ല, പിന്നെ ഹരിഹരൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. ഇവരൊക്കെ വിളിക്കാത്തതുകൊണ്ടല്ല. ഇപ്പം സർഗം എന്നുള്ള സിനിമയിൽ ഞാനാണ് അഭിനയിക്കേണ്ടത്. എനിക്ക് മേടിച്ച ജുബ്ബയാണ് അതിനകത്ത് വിനീത് ഇട്ടിട്ടുള്ളത്. വിനീതിൻ്റെ ജുബ്ബ നോക്കിയാൽ മുട്ടിൻ്റെ കീബോർഡാണ് കിടക്കുന്നത്. സ്വരരാഗ ഗംഗാപ്രവാഹം അതല്ലേ എന്താ പാട്ട്? അത് തന്നെ. അപ്പോൾ അതൊക്കെ പാടുമ്പോൾ അത് എനിക്ക് വേണ്ടി തയ്ച്ചിട്ടുള്ള ഉടുപ്പ് തന്നെ ചെയ്യാൻ പറ്റിയില്ല. പാച്ചിക്കാരുടെ കൂടെ എത്രയോ സിനിമകൾ എല്ലാം അവസാന നിമിഷം വരും മാറിപ്പോകും. റാംജി റാവു സ്പീക്കിംഗ് എന്നുള്ള സിനിമ എനിക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം ഷൂട്ടിംഗ് മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നീടാണ് സായികുമാർ വന്നിട്ട് ആ വേഷം ചെയ്തത്. അപ്പോൾ ഒരിക്കൽ ഫാസിലിനോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ജയറാമിനെ വെച്ച സിനിമ ചെയ്യാത്തത്? ഫാസിൽ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പറയാറുണ്ട്, അയാളെ വെച്ച് ഒരു സിനിമ ചെയ്താൽ പിന്നെ എല്ലാ സിനിമയും അയാളെ വെച്ച് തന്നെ ചെയ്യാൻ തോന്നും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പല ഡയറക്ടേഴ്സ് എന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൻ്റെ കൂടെ നല്ല സൗഹൃദമാണ്. കണ്ണൻ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ്, നല്ല ഫ്രണ്ടാണ്, എന്ത് കാര്യവും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പം എന്നേക്കാളും ഉപരി ഇതാ ഉണ്ണിയൊക്കെ ഫസ്റ്റ് ചെയ്തിട്ട് ഉണ്ണിയൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ഡയറക്ടർ. അപ്പോൾ അത്തരം ഒരാളായതുകൊണ്ട് നമുക്കത് ഭയങ്കര ഈസി വർക്ക് ചെയ്യാനും ആ 2 പേരും തമ്മിലുള്ളൊരു എന്തായാലും കെമിസ്ട്രി എന്നൊക്കെ പറയും. ഈ സിനിമയ്ക്ക് നമുക്ക് ഏറ്റവും ആദ്യം ഇതിനൊരു നന്ദി പറയേണ്ടത് ഞങ്ങൾക്ക് നല്ലൊരു നിർമ്മാതാവിനെ കിട്ടി. പത്മകുമാർ എന്ന് പറയുന്ന നല്ല സിനിമ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിർമ്മാതാവ് വന്നു. അതുകൊണ്ടാണ് പ്രകാശ് രാജിനെയും ഇത്രയും നടന്മാരെയൊക്കെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മൾട്ടി സ്റ്റാർ സിനിമ ഉണ്ടാക്കണമെങ്കിൽ എല്ലാം വേണ്ടത്. അപ്പോൾ ഇതിന് പറ്റിയ നായിക, അതിനകത്ത് ഇവർ ചെയ്താലാണ് നന്നാവുക, അല്ലെങ്കിൽ ഇന്നാൾ ഇന്ന ചെയ്താൽ അങ്ങനെ എല്ലാ സ്റ്റാർ കാസ്റ്റും കറക്റ്റായിട്ട് വരും. പ്രകാശ് രാജിൻ്റെ എൻട്രിയൊക്കെ അത് അമലാപോളിൻ്റെയൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അമലാപോളിൻ്റെ എൻട്രിയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിക്ക് ബൈക്കിൽ വരുന്ന എൻട്രിയൊക്കെ വളരെ ഇതായിട്ടാണ്. ഈ ഇപ്പോൾ ജനമേട്ട പറഞ്ഞ കണ്ണൻ ചേട്ടനും കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീല്. കണ്ണമ്പായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജനമേട്ടനെ വെച്ച് ചെയ്ത 2 പടം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സേതു ചേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റർ, സേതു ചേട്ടൻ എൻ്റെ അടുത്ത സുഹൃത്തിനെക്കാട്ടും ഉള്ളു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിനിമയാണ്, അപ്പോൾ ഡെഫിനറ്റ്ലി നല്ല സ്ക്രിപ്റ്റാണ്, നമുക്ക് ചെയ്യാം ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ ലൊക്കേഷനിൽ വെച്ചിട്ടും പിന്നെ സിനിമ തുടങ്ങിയിട്ട് തൊട്ട് മുന്നെയാണ് ഞാൻ കണ്ണമ്പായിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ തുടങ്ങിയത്. എനിക്കൊരിക്കലും ഈ പുള്ളിയുടെ പ്രീവിയസ് പടം ഒരു 100 Days ഓടിയ സിനിമയുടെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ഫസ്റ്റ്. ബിക്കോസ് ഒരു സിനിമ ഹിറ്റാകുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ നമ്മൾ കണ്ട് ശീലിച്ച അവസ്ഥയാണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വരുന്ന ആൾ, പിന്നെ ഭയങ്കര ഹ്യൂമറാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ എന്നെക്കുറിച്ച് പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഫ്രെയിമിലാണ് ഉണ്ണിക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ
അത് പുള്ളി എനിക്ക് കാണിച്ചത്, അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്നെ എത്രത്തോളം പുള്ളി റീഡ് ചെയ്യുന്നുണ്ട് ബിഫോർ ഷൂട്ട്, എൻ്റെ ബോഡി ലാംഗ്വേജ്, ഞാനൊരു എനിക്ക് ഭയങ്കര ടൈറ്റ് ഫ്രെയിം തരാണ്ട്, അങ്ങനെ കുറേ ടെക്നിക്കലായ ചില കാര്യങ്ങളും അഭിനയിക്കുന്ന എല്ലാവരും തന്നെ ഇൻഡിവിജ്വലായിട്ട് ഹീറോ ആയിട്ട് പടം ചെയ്യുന്ന ആൾക്കാരാണ്. അതെ അതെ. ഇനി ഉണ്ടിയതായിട്ടുള്ള പടം ചെയ്യുന്ന ആളാണ്, മറ്റേ ആദിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, സഞ്ജു ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇതുണ്ട്. പക്ഷേ എല്ലാവരും ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഇതിലാണ് വന്നത്. അത്ര രസകരമായിട്ടുള്ള പുറത്തിടയ്ക്ക് പോകുന്ന തന്നെ ഒരു കഴിവിന്റെ മാൻ മാനേജ്മെന്റ് ആയാലും വ്യക്തിപരമായിട്ട് ഭയങ്കര സിമ്പിൾ വ്യക്തിയാണ്. ആൻഡ് അതിൻ്റെ എല്ലാം ആ ഒരു ഇഷ്ടം ഓട്ടോമാറ്റിക്കലി കണ്ണമ്മയോട് പറയും. എനിക്ക് ആസ് എ ടെക്നീഷ്യൻ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണമ്മയുടെ പേര് പറയും. ബിക്കോസ് പക്കയാണ്, ഒരു ആവശ്യമില്ലാണ്ട് ഒരു 10 അടി പോലും ഒരു നടനെ കൊണ്ട് നടപ്പിക്കില്ല. ബിക്കോസ് പുള്ളി പറയും അത് അത്രയും എഡിറ്റിംഗ് അത് നടക്കണ്ട, അവിടെ നടന്നാൽ മതി. അപ്പോൾ സിനിമ എഡിറ്റിംഗ് ഒക്കെ ഒരു ഫോർമാലിറ്റി ആയിട്ടാണ് പുള്ളി കാണുന്നത്. അത്രയും ക്ലിയർ ആണ് ഏത് സീൻ എപ്പോൾ എടുക്കണം, എന്താണ്. ഒരു കണ്ണലിൽ എനിക്ക് കണ്ടിട്ടുള്ളൊരു വലിയൊരു പ്ലസ് പോയിന്റ്, സകല സിനിമയും കാണും ഫസ്റ്റ് ഡേ. അത് ഓടാത്ത സിനിമയായാലും ശരി, തെലുങ്കായാലും ശരി, കന്നഡമായാലും ഹിന്ദി ആയാലും എല്ലാം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക്. അതൊരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. 2 തരത്തിലാണ് ഒരു ഡയറക്ടർക്ക് ഒരു അറിവ്. ഒന്നിൽ വായിച്ചുള്ള അറിവ് ഒരുപാട് വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം മറ്റ് സിനിമകളെല്ലാം കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ്. ജയറാമിൻ്റെ പടങ്ങളിൽ ഏറ്റവും അവാർഡ് കിട്ടിയ പടം എനിക്ക് ഓർക്കുന്നത് തൂവൽ കൊട്ടാരം. കുറേ അവാർഡുകൾ വാരി കിട്ടിയ പടങ്ങൾ. അത്തരം ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതൊരു വ്യത്യസ്തമായിരുന്നു. എപ്പോഴും നമ്മൾ ആ അവാർഡുകൾ വാങ്ങിക്കുട്ടികൾ നമുക്കൊരു വലിയൊരു ദേശീയ അവാർഡ്, അങ്ങനെ ഒരു അവാർഡിലേക്ക് നമ്മുടെ ഒരു സ്വപ്നം, മലയാളികളുടെ ഒരു സ്വപ്നമാണ്. അങ്ങനെ ഒരു നല്ലൊരു പടങ്ങളിലേക്ക് എത്താൻ ഇനിയും ഒത്തിരി യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ? അതല്ല കേട്ടോ, അതൊക്കെ വളരെ ഒരു തലയിലെഴുത്തുന്ന എന്താ പറയുക, അങ്ങനെ. കാരണം കുറച്ച് പേര് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന 10 പേര് തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ നല്ലത് അതിൽ നിന്ന് പുല്ല് പോലെ തട്ടിപ്പുറത്തേക്ക് പോവുക, അർഹമായിട്ടുള്ളവരാരെങ്കിലും കിട്ടുക. അത് നമുക്കത് ആഗ്രഹിച്ചിട്ട് കാര്യമേ ഇല്ല. കാരണം എൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് എനിക്ക് അർഹമായിരുന്നത് കിട്ടാതെ പോയെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ അത് ഒരു ഭയങ്കര മഹാഭാഗ്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ നിറയെ പേര് നമ്മൾക്ക് ഇപ്പോൾ പത്മശ്രീ എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഒരു പരമോന്നത ബഹുമതിയാണ്. അത് ഏകദേശം 7,000-8,000 ആപ്ലിക്കേഷൻസാണ് ഒരു വർഷം ഇന്ത്യ മൊത്തത്തിലുള്ള ആളുകളിൽ നിന്ന് വരിക. മൊത്തത്തിൽ നിന്ന്, അതായത് സിനിമ, കല, ബാക്കിയുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഒരു 7,000 പേരോളം എൻട്രി ഉണ്ടാവും. അതിൽ നിന്ന് പലരും കൊഴിഞ്ഞ് പോയി മറ്റേ മിനിസ്ട്രിയിൽ വന്ന്, ഹോം മിനിസ്ട്രിയിൽ വന്ന്, മറ്റേ സെക്രട്ടറിയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെത്തുമ്പോഴത്തേക്കും അത് 1000-ന് താഴെ 500-700-ലേക്ക് വരും. അത് കഴിഞ്ഞത് അവസാനം പ്രസിഡൻറ്റിൻ്റെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ടേബിളിൽ വരുമ്പോൾ ഒരു 200 പേർക്ക് താഴെ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് 50 പേര് കൊഴിഞ്ഞു പോയി 180 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. ആ 150-ൽ ഒരാളായിട്ട് വരണമെങ്കിൽ അതിന് മഹാഭാഗ്യം തലയിലെഴുത്തും വേണം. അതുപോലെ തന്നെയാണ് മറ്റേത്. നമ്മളത് ആരും ബ്ലെയിം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ജയറാമേട്ടൻ്റെ കഥാപാത്രം പറയുന്നത് ജയറാമേട്ടൻ ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം? എനിക്ക് അതാവണമായിരുന്നു, എനിക്ക് രാവണനാവണമായിരുന്നു, മറ്റേതൊന്നും ഞാനൊന്നുമില്ല. കിട്ടിയതിലൊക്കെ സന്തോഷമാണ് എനിക്ക് എല്ലാം. എന്നാലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയത് ഭരതൻ എന്ന് പറയുന്ന ആ വലിയ സംവിധായകൻ കുഞ്ചൻ നമ്പ്യാരെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയിൽ എന്നെ കുഞ്ചൻ നമ്പ്യാരായിട്ട് എന്നും ഭരതേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ വൈകുന്നേരങ്ങളിൽ പോകും മദ്രാസിൽ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, ബുക്കുകൾ ഒക്കെ വായിച്ച് എന്നെ വരച്ച് ഇരുത്തി ഭരതേട്ടൻ വരച്ച പടങ്ങൾ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ മിഴാവ് കൊട്ടുന്നതും എല്ലാം കുഞ്ചൻ നമ്പ്യാരായിട്ട്. തടി ലേശം കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് തൊട്ട് പട്ടിണിയാണ് ഭരതേട്ടൻ. ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 4-5 മാസത്തെ ഇതുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ക്ലൈമാക്സ് ഭരതേട്ടൻ വർക്ക് ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഇപ്പോഴും മനസ്സിൽ പെരുത്ത് കയറുന്ന മേലെ. 1000-കണക്കിന് മിഴാവുകളുമായിട്ട് കുട്ടികൾ കാത്തിരിക്കുകയാണ് അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട്. അവിടെയുള്ള എൻട്രിയും ഭയങ്കര അത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പടം 100 ദിവസമോട് 150 ദിവസം അതല്ല ഞാൻ പറയുന്നത്. എൻ്റെ കരിയറിൽ എനിക്ക് കിട്ടാവുന്ന ഒരു ഭയങ്കര ഒരു സിനിമയായിരുന്നതിന്, ഒരുപക്ഷെ വൈശാലിയേക്കാൾ മുകളിൽ മലയാള സിനിമ എന്നും പറയുന്നൊരു സിനിമയായിരുന്നതിനെ കുറിച്ച് തമ്പിയാണ്. അതൊരു മനസ്സിൽ അത് എന്നും അത് സാറില്ല, അതിങ്ങനെ എന്നും ഒരെണ്ണം കിടക്കുന്നത് നല്ലതല്ലേ. ആ ഒരു വലിയ കലാകാരൻ, അതെ, അദ്ദേഹത്തിൻ്റെ മരണശേഷം ലളിത ചേച്ചിയാണ് എനിക്ക് ആ പെയിന്റിങ്സ് ഒക്കെ ഇനി വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ആ പഴയ പടങ്ങളെടുത്ത് ചിത്രങ്ങൾ കാണുമ്പോൾ ഏറ്റവും മനസ്സിൽ തട്ടിയ ജയറാമേട്ടൻ അഭിനയിച്ച ഏറ്റവും മനസ്സിൽ തട്ടിയ ചിത്രം ഏതായിരുന്നു?
ജയറാമേട്ടൻ്റെ കുറേ സിനിമകൾ, എനിക്ക് ഒരു സിനിമ എടുത്ത് പറയാൻ പറ്റില്ല. എനിക്ക് ജയറാമേട്ടൻ്റെ ഏറ്റവും സിനിമകൾ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ ജയറാമേട്ടൻ്റെ സ്ക്രീനിൽ കണ്ട് എനിക്ക് മറ്റേ സ്വപ്നലോകത്ത് ബാലചന്ദ്രൻ ബാലഭാസ്കർ അല്ല എനിക്ക് ടൈറ്റിൽ അറിയാം. പിന്നെ അതിൽ ഏറ്റവും ആ പാട്ടില്ലേ ആവണി പൊന്നു ഞാൻ അത് ഞാൻ ഗുജറാത്തിലായിരുന്നു. അപ്പോൾ മലയാള സിനിമകൾ കാണാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഏഷ്യനെറ്റിലും സൂര്യ ടി വിയിലൊക്കെ വരുന്ന സിനിമകളാണ് ഞാൻ കൂടുതൽ കണ്ടത്. പിന്നെ പെരുമ്പാവൂർ എനിക്ക് എൻ്റെ നാട്ടിലൊരു ഒരാളുണ്ട്. അയാളിങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കുക, ഞാൻ പെരുമ്പാവൂര് പടം റിലീസ് ചെയ്ത് കണ്ടായിരുന്നു കേട്ടോ. നല്ല പടമായിരുന്നു, ഇന്നലെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു ഏത് പടം? കൃഷ്ണൻകുട്ടിയുടെ പ്രണയജാഥ. കൃഷ്ണൻകുട്ടിയുടെ പ്രണയജാഥ നല്ല പടമായിരുന്നു, ഞാൻ നല്ല കണ്ടാണ്. കുറേ സിനിമകളുണ്ട്. എനിക്കൊരു ഭാഗ്യമായിട്ട് കാണാം. ബിക്കോസ് നമ്മൾ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചു എനിക്ക് മമ്മൂക്കയോടൊപ്പം ലാലേട്ടനൊപ്പം ജയറാമേട്ടനൊപ്പം ഇവരുടെ എല്ലാവരും സിനിമകൾ കണ്ടിട്ട് തന്നെയാണ് ഒരു എനർജി കിട്ടിയത്. ചെറുപ്പം തൊട്ട് തന്നെ അന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ സിനിമയിലെത്തും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുമെന്നൊക്കെ ഒരിക്കലുമില്ല, നെവർ. പക്ഷെ അങ്ങനെയൊക്കെ ലൈഫിൽ സംഭവിക്കുന്നു. അതും തലയിലെഴുത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. എൻ്റെ കുടുംബത്തിൽ ആരും എൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് ഒരു 30-35 വർഷത്തിന് ശേഷമാണ് തിയേറ്ററിൽ കയറിയത്. ഞാൻ ബോംബെ മാർച്ച് ഒരുമിച്ച് സിനിമ കാണാൻ പോയത്. ബോംബെ മാർച്ച് 12 എൻ്റെ ആദ്യം ഇൻട്രൊഡ്യൂസിങ് ഉണ്ണി 3 എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ച് സിനിമ കാണാൻ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഫാമിലിയിലുള്ള ഒരു സിനിമ ആംബിയൻസ്. എന്നാൽ അതിൽ നിന്നൊക്കെ എനിക്ക് സിനിമയിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടായി. എൻ്റെ പേരൻസ്, എൻ്റെ അച്ഛനമ്മ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇതുവരെ എത്തി. അതൊക്കെ നല്ല സപ്പോർട്ടല്ലേ? ഇപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ ഒരിക്കലും അയ്യോ അതൊന്നും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും സിനിമ ഒരു കരിയറാണെന്ന് പോലും എൻ്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ല. സിനിമ ഒരു കരിയറായിട്ട് കാണുന്നില്ല, ഒരു ഹോബി എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇതുവരെ എത്തി. എനിക്ക് സിനിമകൾ ചെയ്യാൻ അവസരം ഉണ്ടായി. ഇപ്പോൾ ഇന്ന് അച്ചായൻസ് ജയറാമേട്ടനൊപ്പം ഞാൻ ജയറാമേട്ടൻ അനിയനായിട്ട് ചെയ്തു. ഭയങ്കര ആഘോഷിക്കുന്ന ഒരു നിമിഷം. അനുജനായിട്ട് അവനൊന്നും ഒരു ജീവിതത്തിൽ അനിയനാകാൻ കൊതിച്ചില്ല. അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി തരുന്ന ഒരു ഇതിനകത്ത് എല്ലാവർക്കും കിട്ടും. ഈ സിനിമയുടെ ഒരു വലിയ ഗുണം, ഞാൻ ഈ സിനിമ കണ്ടാണ്. ഇതിനകത്ത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി, ക്യാരക്ടർ എല്ലാവർക്കും. ഞാനായാലും ഉണ്ണിയായാലും ആദിലായാലും സഞ്ജുവിനായാലും അമല പോളിനായാലും ശിവതയായാലും മനു സിത്താര, പ്രകാശ് രാജ്, സിദ്ദിഖ്, ബാക്കി ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും അത്ര നോട്ടബിളാണ്. എല്ലാവർക്കും കറക്റ്റ് പ്ലേസ്മെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു സാധാരണ ഒരു പ്രേക്ഷകരാണെങ്കിൽ എൻ്റെ മക്കളെയും അല്ലെങ്കിൽ വീട്ടുകാരെ, എൻ്റെ അമ്മ, ഇത് എൻ്റെ കുടുംബക്കാരൊക്കെ ആയിട്ട് എന്നാൽ സ്കൂൾ തുറക്കുകയല്ലേ, ഇനി 10-15 ദിവസമല്ലേ ഉള്ളൂ, ഒരു സിനിമ കണ്ടേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ഞാനൊരു പ്രിഫറൻസ് കൊടുക്കുന്നൊരു സിനിമയായിരിക്കും അച്ചായൻസ്. ഞാൻ ഈ ഇടത്തരം ആളുകളുടെ കൂടെ ഒരുപാട് മിങ്കിൾ ചെയ്യുന്ന ആളാണ്. അല്ലാണ്ട് ഞാൻ ഒരു മാറിയിരിക്കുന്ന ഒരു സിനിമാനല്ലേ. ഇപ്പോഴും പെരുമ്പാവൂർ അത് മാത്രമല്ല, ഞാൻ 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾ നിൽക്കുന്ന അവിടെ ഉത്സവപ്പറമ്പിൽ ചെണ്ടോട്ടാൻ പോകുന്ന ആളാണ്. എനിക്ക് അവരുമായിട്ടുള്ള വളരെ അടുപ്പമാണ്. അല്ല, അപ്പോൾ സാധാരണ ഒരു പ്രേക്ഷകൻ, ഇപ്പം ഞാൻ മട്ടന്നൂരുമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 26-ാം തീയതി എൻ്റെ പാണ്ഡിമേള അരങ്ങേറ്റമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വെള്ളിനേഴി മന എന്ന് പറയും, ഒറ്റപ്പാലത്തിനപ്പുറത്ത്, അവിടെ മട്ടന്നൂരിൻ്റെ അവിടെ വെള്ളിനേഴി മനയ്ക്കകത്ത് താമസിച്ച് ഗുരുകുല വിദ്യാഭ്യാസം പോലെ രാവിലെ തൊട്ട് ഗുരുനാഥൻ്റെ കൂടെ നിന്ന് അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ വന്നിട്ട് ചോദിക്കും, അച്ചായൻസ് എന്നാ 19-ാം തീയതി അല്ലേ? ഓ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. മറ്റേ ഉണ്ണിയെടുത്ത് പറയണം, അതിൻ്റെ അടുത്ത് പറയണേ, സഞ്ജു എടുത്ത് പറയണേ, മറ്റവരെ കണ്ടാ പറയണേ, മറ്റേത് എല്ലാം പറയുമ്പോൾ ഇതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള സിനിമയാണ് അച്ചായൻസ്. ജയറാമേട്ടൻ ഞാൻ എവിടെ വായിച്ചതുപോലെ എനിക്ക് തോന്നുന്നു രാവിലെ 4:30 മണിക്ക് അതിപ്പോഴും തുടരുന്നുണ്ട്. ഒരു ദിവസം പോലും വിടാതെ തുടരുന്നുണ്ട്. കാരണം എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഈ ചെണ്ടയോട് ഒരു ഭ്രമമാണ്. ഈ ആന, ചെണ്ട, അതൊക്കെ ഇതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്നും വഴിക്കുന്ന എൻ്റെ കൂടെ കൂടിയതല്ലേ, അതൊക്കെ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ കൂടെ ഉണ്ട്. എന്താ ആനഭ്രാന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് കോടനാട്. ആനകളെ പിടിച്ച് കൂട്ടിലാക്കി കാട്ടാനയെ നാട്ടാനയാക്കി മാറ്റുന്നത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനവിടെ ഇതേപോലെ തന്നെ ഇപ്പോൾ കാളിദാസിനെ കുറിച്ച് നമ്മൾ ചോദിക്കും. കാളിദാസ് ഇപ്പം ഒരു മലയാളം പടത്തിലേക്ക് വന്നിരിക്കുന്നു, രണ്ടാമത്തെ പടമാണ്. കാളിദാസിൻ്റെ ആ സിനിമാ ജീവിതം കണ്ടെത്തിയത് കാളിദാസൻ തന്നെയാണോ? തുടക്കം തൊട്ട് അവൻ തന്നെയാണ് കണ്ടെത്തിയത്. സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ അഭിനയിക്കാനായിട്ട് ആദ്യം ഒരു പയ്യൻ വന്നു. 2 ദിവസമായിട്ട് അവൻ്റെ അഭിനയം ശരിയാവുന്നില്ല. അവനെ പറഞ്ഞയച്ചു. അടുത്ത ആൾ വന്നു, അവന് പനി പിടിച്ചു. അങ്ങനെ ആരെയും കിട്ടാതിരിക്കുന്ന സമയത്ത് ലളിത ചേച്ചിയാണ് സത്യേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുന്നത്, ജയറാമിൻ്റെ മോൻ വന്നിട്ട് കണ്ടിരുന്നവനെ. അവനിപ്പോൾ ചുമ്മാ സെറ്റിൽ കളിക്കുക, അവധി ആയതുകൊണ്ട് അത് വന്നു. അന്ന് അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ചുമ്മാ സത്യേട്ടൻ ഇങ്ങനെ, കണ്ണാ ഞാൻ ചെയ്യാൻ, ഞാൻ അഭിനയിക്കാം.
എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ നേരെ പോണു, അവൻ തന്നെ ഇത് അല്ല, അങ്ങനെയാണത്. എല്ലാം അവനെടുത്ത ഡിസിഷനാണ്. ഗോവയിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എല്ലാം 1-1-1-1 എന്ന് പറഞ്ഞ സത്യനന്ദിക്കടൻ്റെ ക്ലാപ്പ് ബോർഡ് കാണിച്ചു തന്നു. സീൻ നമ്പർ എത്രയോ 11 സംതിങ്, ഇത് 11, അത് ഇത് ഷോട്ട് നമ്പർ 1 എല്ലാം 1 ആണല്ലോ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് ഫസ്റ്റ് ക്ലാപ്പ് കൊടുത്തു. ഇന്നസെൻ്റ് ഓനായിട്ടുള്ളൊരു ഷോട്ടാണ് ഫസ്റ്റ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ആ ഷോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവനെ കാണാനില്ല. നോക്കുമ്പോൾ അവിടെ കുറച്ച് മലയാളികൾ കൂടിയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് പോലെ സംഗതിയുണ്ട്. അവിടെ അവരുടെ നടുക്കിരുന്നിട്ട് അവർക്ക് ഓട്ടോഗ്രാഫ് എഴുതി ഒപ്പിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഷോട്ട് അഭിനയിച്ചിട്ടുള്ള അപ്പോഴാണ് സത്യം ഇവൻ്റെ ആൾ കൊള്ളല്ലോ. അങ്ങനെ ആ ഒരു സിനിമ ചെയ്തു. പിന്നെ സഞ്ജു ബോബിയുടെ ഒരു സ്ക്രീൻ പ്ലേ അവർ തന്നെയാണ് കണ്ണനെ കൊണ്ട് കേൾപ്പിച്ചത്. എൻ്റെ വീട് അപ്പൂൻ്റെയും ചെയ്തു. അതിലൊരു അവനൊരു നാഷണൽ അവാർഡൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് സിനിമകൾക്ക് വിളിച്ചു. അവനെ ഹിന്ദിയിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അജയ് ദേവഗൻ്റെ ഫിലിമിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട് ഉൾപ്പെടെ. പിന്നെ പഠിത്തം ഇത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഡിഗ്രി വരെ പഠിക്കുള്ളൂ എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. അതിന് മുകളിൽ എന്നെ പഠിക്കാൻ പറയുന്നു. ഡിഗ്രി വരെ ഞാൻ എടുത്ത് കയ്യിൽ തരാം, സർട്ടിഫിക്കറ്റ് തരാം, അതിന് മുകളിലൊന്നും പറയരുത്. ശരി എന്ന് പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു. അവൻ തന്നെ അവന് ഭയങ്കരമായിട്ടുള്ള വണ്ണം ഉണ്ടായിരുന്നു. അവൻ തന്നെ അത് കുറച്ച് റെഡിയാക്കി അവൻ തന്നെ ചെയ്ത് എല്ലാം അവൻ സ്വന്തം എടുക്കുന്നത് തന്നെയാണ്. ഈ സിനിമ പൂമരം സെലക്ട് ചെയ്ത് അവൻ തന്നെയാണ് എബ്രിൻ്റെ കൂടെ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പോർഷനൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവൻ്റെ കരിയറിൽ അവൻ എന്നും സൂക്ഷിച്ചു വയ്ക്കാവുന്നൊരു നല്ല സിനിമയായിരിക്കും. ഈ കഥകൾ ഇപ്പം ജയറാമേട്ടൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഇവനുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്? അല്ല, ഷെയർ ചെയ്യുന്ന വെച്ചാൽ അവൻ പറയുന്ന വിഷമങ്ങൾ വേറൊന്നുമില്ല. എനിക്ക് പഴയ കാലത്ത് ഒരു തിലകൻ ചേട്ടൻ എനിക്ക് അച്ഛനായിട്ടോ അപ്പൂപ്പനായിട്ടോ കിട്ടിയില്ലല്ലോ. അപ്പം ഒരു ജഗതി ചേട്ടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ. ഇതാണ് എപ്പോഴും വിഷമമായിട്ട് പറയുന്നത്. ഇത്തരം ആളുകളുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ അച്ചായൻസ് എന്ന സിനിമ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, അയ്യോ ജനാർദ്ദൻ ചേട്ടനൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ ഒന്നും അഭിനയിക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊരു ഭയങ്കര ജഗതി ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അവന് ജീവിതം. ഏറ്റവും വലിയ കോമ്പിനേഷൻ ആയിരുന്നു ജയറാമേട്ടൻ. എത്രയോ പടങ്ങൾ നമുക്ക് ഓർമ്മയിലെടുത്താൽ എനിക്ക് ഓർക്കുന്ന ഒരു സ്വർണ്ണ മറ്റേ സംയുക്ത ഓർമ്മയായിട്ട് ഒരുപാട് സിനിമ. ആ പടം മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. ആ സ്വർണ്ണക്ക ആർക്കും ഓർത്തെടുക്കുന്ന ഒരു പടമാണ് എപ്പോഴും ജയചേട്ടനായിട്ട്. ഈ ഉണ്ണി ഇപ്പം ജയറാമേട്ടൻ മോനെ കുറിച്ച് പറഞ്ഞു വരുന്നത്, മോൻ്റെ കൂടെ അഭിനയിക്കുന്ന ആഗ്രഹം കല്യാണം ആലോചിക്കണമല്ലോ. കാളിദാസിന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഇവിടെ വെച്ച് പറഞ്ഞതൊന്ന് പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. കല്യാണം ആലോചിക്കുന്നുണ്ട്. നല്ല കുടുംബങ്ങൾ സമീപിച്ചാൽ. ഞാൻ കാളിദാസിന് ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വെൽ ബിഹേവ്ഡാണ്. ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ ലൊക്കേഷനിൽ വന്നു എന്ന് നമുക്ക് തോന്നിയില്ല. വളരെ സിമ്പിളായിട്ട് വന്നു, അവനവിടെ പോയി ഇരുന്നു. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വെൽ റിസീവിങ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന അത്തരം ഒരു പെരുമാറ്റമാണ്. സക്സസ് ആൻഡ് ഫെയിലിയർ പിന്നെ പലതും ലൈഫ് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഈ ഒരു മെൻ്റൽ ബാലൻസ് അവനിപ്പോൾ തന്നെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. തീർച്ചയായിട്ടും സാധിക്കും. ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ എന്തായാലും അതെ അതെ അതെ. നമ്മുടെ കമലഹാസൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ജയറാമേട്ടൻ്റെ വലിയൊരു കൂട്ടുകാരുടെ. കമലഹാസൻ്റെ ഒരു പടം ഏതോ സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാർ കമലഹാസനായിട്ടുള്ള കൂട്ടുകാർ ഇപ്പോഴും ഈ ഞാൻ എന്താ പറയുക, നേരത്തെ നമ്മുടെ കണ്ണൻ്റെ കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സത്യനന്ദിക്കാടും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. അത് സിനിമ ചെയ്യുകയോ ഇല്ലയോ എന്തായാലും ആഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. സത്യം ചിലപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എവിടെയുണ്ട്, എന്താ ഭയങ്കരമായിട്ട് വലിയ ഇവരെ കാര്യം, വണ്ടി തൃശ്ശൂർ ടൗണിലാണെങ്കിൽ സൈഡ് അതെന്താന്ന് കേട്ടില്ലെങ്കിൽ. അപ്പോൾ അത്തരം ഒരു നല്ല സുഹൃത്ത് എന്നാണ് കമലഹാസൻ. അത് ചാണക്യൻ എന്നുള്ള സിനിമയിൽ തുടങ്ങിയതാണ്. 10-28 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സൗഹൃദമാണ്. കമൽ ഇതുപോലെ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള വ്യക്തിയാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും നല്ല വല്ല തമാശകൾ കിട്ടിയാൽ അപ്പോൾ ഒരു നമ്പർ ഇങ്ങനെ വരും, പ്രൈവറ്റ് നമ്പറിന് എഴുതി വരും. അപ്പുറത്ത് അങ്ങേ തലയ്ക്ക് പുള്ളിയായിരിക്കും. നല്ല തമാശ കിട്ടിയിട്ടുണ്ട്, പറയട്ടെ ഷൂട്ടിങ്ങിലാണ് ഇല്ല ഇപ്പം നിർത്തിക്കില്ല പറയുന്നത്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണെയ്യുന്ന നല്ലൊരു സുഹൃത്തുക്കളാണ്. മെഡ്രാസിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഫ്രീ ആണോ ചോദിക്കും. ചോദിച്ചപ്പോഴുള്ള ഓഫീസുണ്ട്, അവിടെ പോയിരിക്കും. രാത്രി 1 മണി 2 മണി വരെ സമയം ചെലവഴിക്കുക, പഴയ പാട്ടുകൾ പാടുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിമുത്തിൻ്റെ ഇനി അടുത്തൊരു പ്രൊജക്ട് ജയറാമേട്ടൻ്റെ ഒരു പ്രൊജക്ട് കഴിഞ്ഞു. ഞാൻ ക്ലിൻറ്റ് എന്ന് പറയുന്ന മോനെ കുറിച്ച് ഹരികുമാർ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. ഗോകുലം പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഇപ്പോൾ തമിഴ് തെലുങ്ക് ഒരു ബൈലിംഗൽ പ്രൊജക്റ്റ് ചെയ്യുന്നു.
ഭാഗ്മതി എന്നാണ് പേര്. ആൻഡ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അജയ് വാസുദേവൻ ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്ക പടം. പടത്തിനൊരു പേരായിട്ടില്ല, ഷൂട്ടിംഗ് ഗംഭീരമായിട്ട് പോകും. മാസ് മാസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മാസാണ്. അതായത് മമ്മൂക്ക ഫാൻസിന് തിയേറ്ററിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ രീതിയിൽ അത്രയും അല്ലല്ല, എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, സിനിമയെ കുറിച്ച് പറയുന്നത് മൊത്തത്തിൽ ഭയങ്കര ഗംഭീരമായിട്ടാണ് വന്നേക്കണത്. ആൻഡ് അവരുടെ രാവുകൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഞാൻ വാസിഫ് ഒരുമിച്ച് അഭിനയിച്ച, അത് പെരുന്നാൾ കഴിഞ്ഞാൽ റിലീസാവുന്നത്. എന്തായാലും അച്ചാൻസ് കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ 4 പേര് ജ്യേഷ്ഠന്യമായിട്ട് അഭിനയിച്ചു. അമലാപ്പോളുണ്ട് മെയിനായിട്ട്. അച്ചാൻസിൻ്റെ ഏറ്റവും ഷൂട്ടിംഗ് സമയത്ത് മനസ്സിൽ തട്ടിയ ഒരു അച്ചായൻസിൽ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക അഭിനയിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്ത സീൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു ഉണ്ണിയുടെ ഒരു പോർഷൻ വരുന്നത്. അതെന്താണ് ഞാൻ പറഞ്ഞത്, സിനിമ കാണും. അപ്പോൾ അതിനകത്ത് ഉണ്ണി കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഇത് പറയുന്നു, കൺവേ ചെയ്യുന്നു, ചായ എനിക്കവിടെ വേണം എന്ന് പറഞ്ഞിട്ട് കരയുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ശതമാനം കൂടി ഗ്ലിസറൊന്നും ഇട്ടിട്ടില്ല, എൻ്റെ കണ്ണറിയാതെ നടന്നു പോയി. അത് ഒരു ടേക്കായിരുന്നില്ല, 2-3 പ്രാവശ്യം എടുത്തിട്ടും കുറേ ഫീൽ തന്നെ. അത് ഉണ്ണി അത്ര ഇൻവോൾവ് ചെയ്ത് അത് ചെയ്തേക്കാണ്. അങ്ങനെ തന്നെ ഭയങ്കര ഫീലായിരുന്നു ഉണ്ണിയുടെ മനസ്സിലും ആ ഒരു സീൻ. നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടും പിന്നെ ഒരു ആക്ടറിന് ഒരു സിനിമയിൽ ചില പോയിന്റ്സ് ആണ് ഹൈ ആയിട്ട് കിട്ടുക. ഇത് ചെയ്താൽ ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അത് കയറും. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അതായിരിക്കും. പിന്നെ അതൊരു പ്രോസസ്. എനിക്ക് തോന്നുന്നു ഒരു സീൻ നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ആ ഒരു മൊത്തത്തിൽ നമുക്കൊരു ഓവറോൾ ആ എനർജി നമ്മൾ പാസ് ഓൺ ചെയ്ത് ആ സീനിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നി. ബിക്കോസ് ഒരു പോയിന്റിൽ ഞങ്ങൾ 10-7 ദിവസമായിട്ട് അച്ഛന്മാരായിട്ട് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു വിഷമം പറഞ്ഞു പോകുമ്പോൾ അത് അങ്ങനെ ആയിപ്പോയി എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അത് നല്ല രീതിയിൽ വന്നു. കുറച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഞാൻ ഇത്തിരി ടെൻഷനിലൊക്കെ ആയിരുന്നു, എന്നാലും വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റി. കുറേ പേര് കണ്ടപ്പോൾ ഈ എടുത്ത് പറഞ്ഞു ഇങ്ങനെ നന്നായിട്ടുണ്ട്. ഇത്രയും പടങ്ങൾ അഭിനയിച്ച് ജയറാമൻ പടം ഡയറക്റ്റ് ചെയ്യണം അങ്ങനെ തീരുമാനിച്ചില്ല കേട്ടോ. ആഗ്രഹം ചേർന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പില്ല. എന്തെങ്കിലും അങ്ങനത്തെ ഒരു നല്ലത് വരികയാണെങ്കിൽ എന്തായാലും പിന്നെ മലയാളികൾക്ക് പ്രതീക്ഷിക്കാൻ ജയറാമൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്തു. എന്തായാലും അച്ചാൻ സിനിമ നല്ല രീതിയിൽ നോക്കട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു.